ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്ധിയിൽ ഒരു പ്രാവശ്യം കൂടെ വരുവാൻ തക്കവണ്ണം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ പ്രഷ്യസ് വചനം എന്ന് പഠിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും കർത്താവ് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം അതിൽ നിന്നുണ്ടാകുവാനും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് 4 വാക്യങ്ങളാണ് 4 വാക്യശകലങ്ങളാണ് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം എന്നോട് സംസാരിച്ചത്. എൻ്റെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീർന്നു. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലും കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും അത് പ്രയോജനമാക്കി തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്യശകലങ്ങൾ ആദ്യം വായിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അതിനകത്ത് വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് അതുകൊണ്ട് ഞങ്ങൾ കാരണം ലഭിച്ചിട്ട് ശുശ്രൂഷ ഉണ്ടാക്കിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, നമുക്ക് അധൈര്യം വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ആ സമയത്ത് നമ്മൾ തന്നെ ഇത് ഒന്ന് ഉറപ്പിച്ച് നമ്മളോട് പറയേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ അധൈര്യപ്പെടും. വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. വി വോണ്ട് ലൂസ് ഹാർട്ട്. സംതിങ് വിച്ച് we need to keep on telling ourselves, I will not lose heart. ഇനി 4 തന്നെ 16-ാം വാക്യം. 4:16 ഇതേ വാക്യം പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, therefore we do not lose heart. പല കാര്യങ്ങളും നമുക്കതൊന്ന് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട്. ബട്ട് ഇതാദ്യം പറയണം ആഗ്രഹിക്കുക. ഏത് സാഹചര്യമാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്, നമുക്ക് നമ്മളോട് തന്നെ പറയേണ്ട ആവശ്യമുണ്ട്. ഐ വിൽ നോട്ട് ലൂസ് ഹാർട്ട്. ഞാൻ അധൈര്യപ്പെടുകയില്ല. 2 നെഗറ്റീവാ. ഞാൻ അധൈര്യപ്പെടുകയില്ല. പലപ്പോഴും 2 നെഗറ്റീവ്സ് ഒരു പോസിറ്റീവിനെ ഇച്ചിലൂടെ സ്ട്രോങ് ആക്കും. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും സ്ട്രോങ്ങർ വേർഡാണ് ഞാൻ വിശ്വസിക്കാതിരിക്കയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അധൈര്യപ്പെടുകയില്ല. ഓക്കെ, ഞാൻ 5-ാം അധ്യായം എടുക്കാം. 5-ാം അധ്യായത്തിൽ ഇതുപോലെ തന്നെ 2 വാക്യശകലങ്ങളുണ്ട്. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 6-ാം വാക്യം, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെടും. കേട്ടോ, ബ്യൂട്ടിഫുൾ വേർഡ്. എല്ലായ്പ്പോഴും ധൈര്യപ്പെടും. 8-ാം വാക്യം, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട്. അപ്പം ധൈര്യപ്പെടും, ധൈര്യപ്പെടും. ഈ വാക്കുകൾ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ പിന്നെയും പറയേണ്ട ആവശ്യമുണ്ട്. പൗലോസിന്റെ സാഹചര്യം എന്തോ നമുക്ക് നോക്കാം. പൗലോസിന്റെ സാഹചര്യം അറിയണമെങ്കിൽ ആക്ച്വലി ആദ്യം 11-ാം അധ്യായം വായിക്കണം. 11-ന്റെ 2 കൊരിന്ത്യർ തന്നെ 11 എടുക്കാമോ? നമുക്ക് അറിയുന്നതാണ്. 11-ന്റെ 23 തൊട്ട് വായിക്കാം. 23 തൊട്ട് വായിക്കാം. ഓക്കെ, മലയാളത്തിൽ വായിക്കാം. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിച്ചോട്ടെ. ആർ ദേ സെർവൻസ് ഓഫ് ക്രൈസ്റ്റ്? I am more. I have worked much harder, been in prison more frequently, been flogged more severely. ഞാൻ ഓർക്കുമായിരുന്നു ഫിസിക്കൽ സഫറിങ്ങിന്റെ കാര്യം പറയുന്നത്. അതായത് ജയിലിൽ നമ്മൾ ആരും പോയിട്ടില്ല, നമ്മൾ അടി കൊണ്ടിട്ടില്ല. ഹാവ് ബീൻ എക്സ്പോസ്ഡ് ടു ഡെത്ത് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ മരണത്തിന് പലപ്പോഴും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. 5 times I received from the Jews 40 lashes minus 1. അതായത് 39 അടി 5 പ്രാവശ്യം കൊണ്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരിക്കൽ പോലും അടി കൊണ്ടിട്ടുണ്ടോ വിശ്വാസത്തിന് വേണ്ടി എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. 3 times I was beaten with rods. 3 പ്രാവശ്യം വടിയാൽ അടിയേറ്റു. I was pelted with stones. കല്ലെറിയപ്പെട്ടു. 3 times I was shipwrecked. കടൽക്ഷോഭത്തിലായിട്ട് എൻ്റെ ഷിപ്പ് മറിഞ്ഞുപോയി. I spent a night and a day in the open sea. കടലിൽ ഞാൻ കിടക്കേണ്ടി വന്നു. I've been constantly on the move. I've been in danger from rivers, danger from bandits, കള്ളന്മാരാലുള്ള ആപത്ത്, ഡേഞ്ചർ കൂടെയുള്ള യഹൂദന്മാരാലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, നാട്ടിൻപുറത്തെ ആപത്ത്, കടലിലെ ആപത്ത്, പിന്നെ
ഫോൾസ് ബിലീവേഴ്സ്, വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളല്ലാത്തവരുടെ കൂടെയുള്ള ആപത്ത്. ഐ ഹാവ് ലേബേർഡ് ആൻഡ് ടോയിൽഡ്, കഷ്ടപ്പെട്ട്, ഗോൺ വിത്തൗട്ട് സ്ലീപ്പ്. നമുക്ക് ഒരു ദിവസം ഉറക്കം കിട്ടിയില്ലേ നമുക്ക് എത്ര പ്രയാസം. പൗലോസ് ഉറക്കമില്ലാതെ ഇരിക്കേണ്ടി വന്നു. ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഹാവ് ഗോൺ വിത്തൗട്ട് ഫുഡ്. നമുക്ക് വിശന്നു, ദാഹിച്ചു, ഭക്ഷണമില്ലാതെ ഇരുന്നു, തണുത്തു. ഐ ഹാവ് ബീൻ കോൾഡ് ആൻഡ് നേക്കഡ്, തുണിയില്ലാതിരുന്നു, തണുത്തിരുന്നു. ബിസൈഡ്സ് എവറിത്തിങ് എൽസ്, ഈ ഫിസിക്കൽ സഫറിങ്ങിന്റെ കൂടെ ഐ ഫേസ് ഡെയിലി ദ പ്രഷർ ഓഫ് മൈ കൺസേൺ ഫോർ ഓൾ ദ ചേർച്ചസ്. ഇതാണ് പൗലോസിന്റെ കഷ്ടം എന്ന് പറയുന്നത്. നമ്മള് പലപ്പോഴും വിചാരിക്കും നമ്മുടെ അത്രയും കഷ്ടം, ഫിസിക്കൽ പ്രയാസം, കഷ്ടം ശരീരത്തിൽ, എസ്പെഷ്യലി പ്രായം കൂടി വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കഷ്ടമുണ്ട് ശരീരത്തിൽ. ചിലർക്ക് പ്രായം കുറഞ്ഞ തന്നെ കഷ്ടങ്ങൾ കാണും. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിക്കുമായിരുന്നു. അപ്പൊ അവനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പകുതി പ്രായമേ ഉള്ളൂ, ഇപ്പോഴേ എൻ്റെ ശരീരത്തിൽ ഇത്രയും കഷ്ടങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ പക്ഷെ ഞാൻ ഓർക്കുമായിരുന്നു, കർത്താവിന് വേണ്ടി സോൾഡ് ഔട്ട് ആയിട്ടുള്ള, കർത്താവിന് വേണ്ടി തന്നെത്താനെ വിറ്റ് കളഞ്ഞ ഒരാളുടെ ഈ നമ്മുടെ ഈ ചെറിയ ശരീരത്തില്, ചെറിയ കഷ്ടതയിൽ നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ കർത്താവ് പറയുക 2 കൊരിന്ത്യർ 4 തിരിച്ചങ്ങോട്ട് വരാൻ 4:16 എന്തുകൊണ്ടാണ് ധൈര്യപ്പെടേണ്ടെന്ന് പറയുന്നത്? ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ ചെറിയ കഷ്ടം, ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഒത്തിരി ശാരീരിക ക്ലേശങ്ങൾ കാണാം. പക്ഷെ ആ ക്ലേശങ്ങൾ, ഒരു കാര്യമുണ്ട്, പൗലോസ് ഇവിടെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ ക്ലേശങ്ങളുടെ കാര്യം പറയുന്നത്. നമ്മൾ കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ശാരീരിക ക്ലേശമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി പ്രയാസമായിരിക്കും നമുക്ക്. പക്ഷേ കർത്താവ് ഇവിടെ, പൗലോസ് ഇവിടെ പറയുക, ഇതെല്ലാം എനിക്ക് തേജസ്സിന്റെ നിത്യഘനത്തിന് വേണ്ടി ആയി തീരുവാന്നാ പറഞ്ഞ്. എനിക്ക് വളരെയധികം എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യാണ് 7-ാം വാക്യം, 4:7 ഒന്ന് വായിക്കാം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, കർത്താവിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാണ് ആകുന്നുള്ളത്. നമ്മുടെ ഈ ശരീരം ഒരു മൺപാത്രമാണ്. ഈ മൺപാത്രത്തിലാ കർത്താവിന്റെ ഈ വലിയ ഉപനിധിയും ശക്തിയും ഉള്ളത്. എന്തിനാ കർത്താവ് മൺപാത്രത്തിൽ വെച്ചിട്ട് ഇരുമ്പ് പാത്രം ആക്കായിരുന്നല്ലോ നമ്മളെ? ഇല്ല, കർത്താവ് നമ്മളെ മൺപാത്രമാക്കി വെച്ചത്. പലപ്പോഴും നമ്മൾ വളരെ മൺപാത്രം എന്താ, തൊട്ട് കഴിഞ്ഞാൽ പൊട്ടും അല്ലേ? തൊട്ട് കഴിഞ്ഞാൽ മൺപാത്രം പൊട്ടും. ഇച്ചിരി ഒന്ന് ഹെവി ആയിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തെന്ന് വിചാരിച്ചോ, അത് പൊട്ടിപ്പോ. ആ മൺപാത്രത്തിൽ വെച്ചിരിക്കുന്ന എന്തിനാന്ന് അവിടെ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഈ അത്യന്ത ശക്തി, അതായത് ഈ മൺപാത്രത്തിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു വലിയ അത്യന്ത ശക്തിയുണ്ട്. അത് ആക്ച്വലി ട്രൂ ആ. ദൈവം കള്ളം പറയത്തില്ല. നമ്മുടെ ഈ മൺപാത്രത്തിൽ ദൈവം അത്യന്ത ശക്തി തന്നിട്ടുണ്ട്. എന്ത് അത്യന്ത ശക്തി? ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, ഞങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് സർജറി ഉണ്ടായിരുന്നു. ആ സർജറിയുടെ സമയത്ത് വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ദൈവമക്കൾ ഞങ്ങൾ എക്സ്ട്രാ ഹെൽപ്പിന് വേണ്ടി വിളിച്ചു. എക്സ്ട്രാ ഹെൽപ്പിന് വേണ്ടി വിളിച്ചപ്പോൾ ആക്ച്വലി ആ ദൈവമക്കൾ തിയേറ്ററിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എങ്ങനെ മൺപാത്രമാ, ശക്തി, ഫിസിക്കൽ ശക്തിയില്ല എന്ന് പറഞ്ഞ് തിയേറ്ററിനകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് അപ്പം തന്നെ ആ ബ്ലീഡിങ് അങ്ങ് നിന്നു. അപ്പൊ അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു, അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ, ഇതങ്ങ് നിന്നല്ലോ എന്ന്. അപ്പൊ അവർക്ക് കർത്താവിന്റെ മഹത്വം കാണാൻ പറ്റി. അതായത് കർത്താവിന്റെ മക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. അവരത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കുക, ഈ അപ്പൊ ആർക്കാ ഗ്ലോറി അവിടെ കിട്ടുന്നേ? നമ്മള് ഒരു കർത്താവിന്റെ മകളോ മകനോ ഒരു പ്രയാസത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ചിലപ്പം അവരുടെ സാന്നിധ്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മകൾ എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു ഒരു ഇൻസിഡന്റ്. നമ്മൾ തന്നെ ചേർച്ചിൽ വരുന്നതാ. പുള്ളിക്കാരി വളരെ പ്രയാസത്തിൽ കൂടി എല്ലാ രീതിയിലും കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വേറെ ഒരു സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു മകളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു.
ആ കുഞ്ഞ് വളരെ ധൈര്യപ്പെട്ടു. അപ്പൊ ഈ മോൾ എന്നോട് പറയുവാ, എനിക്ക് ആക്ച്വലി എനിക്ക് ആക്ച്വലി ഒരു ശക്തിയും ഇല്ല. എനിക്ക് ആക്ച്വലി ഒരു ശക്തിയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് എന്നെ ഈ എന്നെ ഈ ഒരു കാര്യത്തിലോട്ട് കർത്താവ് കൊണ്ടുപോയത്. അപ്പം വളരെ ആ മകളെ എൻകറേജ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മളിത് ശ്രദ്ധിച്ചാല് ഞാൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് മൺപാത്രമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ഈ മൺപാത്രത്തിൽ നമുക്ക് ക്ലേശമുള്ളപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്തുകൊണ്ടാ വിഷമിക്കണ്ടാത്തത്? ആദ്യം നമ്മൾ വായിച്ചു 16-ാം വാക്യത്തില്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാ, അത് തേജസ്സിന്റെ നിത്യഘനമാ വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മൺപാത്രത്തിൽ നമ്മൾ ഇരുന്നാലേ നമ്മുടെ അത്യന്ത ശക്തി, ഈ മൺപാത്രത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു അത്യന്ത ശക്തിയുണ്ട്. ഈ അത്യന്ത ശക്തി ആരിൽ നിന്നാ വരുന്നതെന്ന് നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാകും. കാരണം നമുക്ക് ആ ശക്തി ഇല്ല. വി ആർ വീക്ക്, വി ആർ എർത്ത് ആൻഡ് പോട്സ്. പക്ഷെ അത്യന്ത ശക്തി, അങ്ങനെ ദൈവത്തിന് മഹത്വം ഉണ്ടാവാൻ ഇടയാകും. എത്ര വലിയ ദൈവത്തിന് മഹത്വം വരും. അപ്പൊ നമുക്ക് ഈ മൺപാത്രത്തിൽ ഇനി പ്രയാസം ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ആരെങ്കിലും വിഷമിക്കുമോ? ഇല്ല. ഈ മൺപാത്രത്തിലുള്ള ശക്തി ഇല്ലാഴിയെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അധൈര്യപ്പെടുകയില്ല. ധൈര്യപ്പെടും. എല്ലായ്പ്പോഴും ധൈര്യപ്പെടും. പിന്നെയും പറയുക, ധൈര്യപ്പെട്ടിട്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ നമ്മുടെ ഈ മൺപാത്രത്തിലുള്ള നമ്മുടെ ഏത് പ്രായത്തിലായിക്കോട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിലപ്പം 20 വയസ്സേ ഉള്ളായിരിക്കാം, ചിലപ്പോൾ 40 ആയിരിക്കും, ചിലപ്പോൾ 60 ആയിരിക്കും, ചിലപ്പോൾ 80 ആയിരിക്കും. പക്ഷെ പൗലോസ് പറയുക, പൗലോസ് അതിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് പൗലോസിന് പറയാൻ പറ്റും, നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും ഈ കഷ്ടത്തിൽ കൂടെ നമ്മൾ ഫിസിക്കൽ സഫറിങ്ങിൽ കൂടെ, ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടി കടന്നു പോവാണെങ്കിൽ, പൗലോസ് പറഞ്ഞെങ്കിൽ പൗലോസിന് ആ ധൈര്യം കൊടുത്ത ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തുക. ഞാൻ ഒന്നുകൂടെ വായിച്ചോട്ടെ. എനിക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ അത് വായിക്കാം, മലയാളത്തിലും വായിക്കാം. 4:1, വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. 4:16, വി ഡു നോട്ട് ലൂസ് ഹാർട്ട്. 5:6, വി ആർ ഓൾവേസ് കോൺഫിഡൻറ്റ്. 5:8, വി ആർ കോൺഫിഡൻറ്റ്. മലയാളത്തിലും കൂടെ വായിക്കട്ടെ. 4:1, ഞങ്ങൾ അധൈര്യപ്പെടാതെ. 4:16, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. അതുകൊണ്ടെന്നാ പറയുന്നത്. അതിന്റെ ബാക്കി മുഴുവൻ ഞാൻ നമ്മുടെ ചെറിയ സമയമായതുകൊണ്ട് മുഴുവൻ വായിച്ചില്ല. പക്ഷെ വായിച്ച് നിങ്ങൾ ധൈര്യപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ. 5:6, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെടും. 5:8, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ടു. അതിനകത്ത് 2 കാര്യങ്ങളാണ് ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നത്. 16-ാം വാക്യത്തില് പൗലോസ് പറയുക, തേജസ്സിന്റെ നൊടി നേരത്തേക്കേ ഉള്ളൂ ഈ കഷ്ടം. ദിസ് വിൽ ഓൾസോ കം ടു പാസ്. ഇതും കടന്നു പോകും. അങ്ങനെയല്ലേ നമുക്ക് ഇത്രയും നാളും കടന്നു പോയിട്ടുള്ളത്. എന്നിട്ട് ഇത് നൊടി നേരത്തേക്കുള്ളൂ എന്ന് മാത്രമല്ല, തേജസ്സിന്റെ നിത്യഘനം, വലിയൊരു ഘനം നമുക്ക് ലഭിക്കാൻ പോവുക. അടുത്ത കാര്യം, മറ്റുള്ളവർ കാണുമ്പോൾ ഈ മൺപാത്രത്തില അങ്ങോട്ട് തൊട്ടാൽ വേദന, ഇങ്ങോട്ട് തിരിഞ്ഞാ വേദന, അങ്ങോട്ട് തിരിഞ്ഞ ഒരു പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞ വേറൊരു പ്രശ്നം. മൺപാത്രം പ്രിയപ്പെട്ടവരെ, അത് അതിശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ നമ്മുടെ ഉള്ളിലുള്ളത് ഞങ്ങളുടെ സ്വന്തം എന്നല്ല, അത്യന്ത ശക്തിയ ദൈവത്തിന്റെ ദാനമായിട്ട് ഈ മൺപാത്രത്തില് അത്യന്ത ശക്തി കൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 2 മാനുഷികമായിട്ടുള്ള എക്സാമ്പിൾസ് പറഞ്ഞില്ലേ. അതായത് വളരെ ബുദ്ധിമുട്ടോടെ സ്വന്തമായിട്ട് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്താണ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ഒരു സഹോദരിക്ക് കംഫർട്ട് ചെയ്ത് ധൈര്യപ്പെടുത്തി അവളുടെ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ലിഫ്റ്റ് അപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പം ആർക്കാ? മൺപാത്രത്തിന് ആയത് നന്നായില്ലേ? കാരണം ദൈവത്തിന്റെ ശക്തി, അത്യന്ത ശക്തി അവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റി. വേറൊരു സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിഫിക്കൽട്ട് സർജറി വന്നുകൊണ്ടിരുന്നപ്പോഴ് ഒരാളുടെ ദൈവമകളുടെ സാന്നിധ്യം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നിന്നു. കാരണം ആ ദൈവമകൾക്ക് ഒരു ശക്തിയില്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ. പക്ഷെ ദൈവത്തിന് മഹത്വം കിട്ടി. നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യശകലങ്ങൾ നമുക്ക് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. I will not lose heart. I will be confident.
ഐ ആം കോൺഫിഡൻറ്റ്. ഞാൻ അധൈര്യപ്പെടുകയില്ല, ഞാൻ ധൈര്യപ്പെടും, ധൈര്യപ്പെട്ടിട്ട് ഞാൻ മുമ്പോട്ട് പോകും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമോ? സ്തോത്രം കർത്താവേ, സ്തോത്രം യേശുവേ, സ്തോത്രം. ഈ നല്ല സമയത്തിനായി സ്തോത്രം, കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പറഞ്ഞ് നിന്റെ മകളെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വം എൻ്റെ കർത്താവിന്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ശക്തീകരിച്ച് ബലം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ പിന്നെയും അവിടുന്ന് ഞങ്ങളോട് ഉപദേശിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യും. ധൈര്യപ്പെടുകയും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവെ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളെ ഓവർകം ചെയ്യുവാനുള്ള അധികമായിട്ടുള്ള കൃപ തരുന്നതിനായി സ്തോത്രം. നിന്റെ വചനത്തിലൂടെ പിന്നെയും ശക്തീകരിക്കുന്നതിനായി സ്തോത്രം, ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം. നിന്റെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിലൊക്കെയും പോകുമ്പോൾ നിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം. ഏത് കാര്യത്തിലും കർത്താവെ, അങ്ങയുടെ മഹത്വം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പിന്നെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെയുള്ള കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഹൃദയം കർത്താവെ അങ്ങ് അറിയുന്നുണ്ടല്ലോ. അങ്ങ് അവരുടെ ആവശ്യം അറിഞ്ഞ് കർത്താവെ അങ്ങെന്നുള്ള ആഹാരം കൊടുക്കുന്നവനെ അപ്പോൾ അതിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. ആമേൻ. Praise the Lord. Amen.